عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിർളല്ലാഹ്. നിലവിലെ സാമൂഹിക സമ്പ്രദായങ്ങളുടെ ആചാരങ്ങളുടെ ചില വികല ചിത്രങ്ങൾ രംഗങ്ങൾ ദർശിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കോ സച്ചരിതരായ മുൻഗാമികളിലേക്കോ തിരിഞ്ഞു നോക്കാൻ മതത്തിലും പ്രവാചകനും പ്രമാണികളും വിശ്വസിക്കുന്ന നമ്മിൽ പലരും തയ്യാറാകുന്നില്ല എന്നത് ഖേദകരമായ ഒരു വസ്തുതയല്ലേ. ഇവിടെ ഒരു സയ്യിദിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു. ഞങ്ങൾ പുരുഷന്മാർ ഇരുന്ന സ്ഥലത്ത് പരിസരത്ത് എവിടെയും സ്ത്രീകൾ കാണുന്നില്ല. നിക്കാഹിനോടനുബന്ധിച്ച് നടന്ന ആശംസ പ്രസംഗത്തിൽ ചില പ്രഭാഷകർ അത് സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പുറത്ത് നിന്ന് പൊതുരംഗത്ത് ശ്രദ്ധേയമായ ഒരു സയ്യിദ് കുടുംബത്തിലെ അംഗം ഈയിടെ ലളിത വിവാഹത്തിൻ്റെയൊക്കെ അനിവാര്യത സൂചിപ്പിച്ച് മീഡിയകളിൽ കുറിപ്പ് വായിച്ചത് അദ്ദേഹത്തിൻ്റെ ഓർക്കുന്നു. അതെ, ലാളിത്യം പറയുമ്പോഴും ധാർമ്മികത പറയുമ്പോഴും ഇവിടെ ആധുനിക രംഗത്ത് വിവാഹ വേദികളിലുമൊക്കെ നടത്തിപ്പുകാരായ മാതാപിതാക്കൾ, കുടുംബാദികൾ എവിടെ നിൽക്കുന്നു എന്നത് ചിന്തിക്കണ്ടേ. സർവശക്തനായ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നാം നാളെ പോകേണ്ടവരാണെന്നും മക്കളുടെ വിവാഹമായാലും വേറെ എന്ത് വ്യവഹാരങ്ങളായാലും അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ അവിടെ ഉണ്ടാകും. കണക്ക് ബോധിപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണെന്നും ഉള്ള ബോധം, ദൃഢനിശ്ചയം നമുക്കൊക്കെ വേണ്ടതില്ലേ. നാം അങ്ങനെ ത്തുക്കളുടെ അത്യുജ്വലമായ ചരിത്രങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി അധ്യാപനങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തി നമ്മുടെ ജീവിതത്തിലെ സാമൂഹ്യ സമ്പ്രദായങ്ങൾ പരിപാലനമാക്കാൻ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും. മഹല്ല് നേതൃത്വങ്ങളൊക്കെ ഉണരണം. ഇപ്പോൾ മഹല്ല് കമ്മിറ്റികളുടെ വരുമാനത്തിനും മറ്റൊക്കെയായി ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, കല്യാണം നടക്കുന്നുണ്ടല്ലോ. അവിടെ ചെന്നാൽ പോലും കാണുന്നത് എന്താ? പുതിയാപ്പിളയും പുതിവണ്ണിനെയും പൊതുദർശനത്തിൽ വെക്കുന്നു. ഫോട്ടോക്ക് പോസ് ചെയ്യാൻ അവിടെ കൂടിയ പലരും സ്റ്റേജിലേക്ക് കയറുന്നു. അങ്ങനെയുള്ളതടക്കം എന്തെല്ലാം ഹറാമുകൾ, നിഷിദ്ധങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ധനികനാണ് സ്വഹാബിയായ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു. മഹാനുഭവൻ മദീന പള്ളിയിലേക്ക് കടന്നു വരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയുടെ വസ്ത്രത്തിൽ ഒരു ചെറിയ മഞ്ഞ അടയാളം കണ്ടപ്പോൾ ഇതെന്താണ് എന്ന് അന്വേഷിച്ചു. പ്രവാചകരെ, ഇന്നലെ ഞാനൊരു നിക്കാഹ് ചെയ്തു, വിവാഹം ചെയ്തു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു, ബറക്കത്തിനായി, അനുഗ്രഹത്തിനായി ദുആ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഒരാടിനെങ്കിലും വറുത്ത് ചെറിയൊരു സൽക്കാരം നടത്തൂ. അതെ, എന്തൊരു ലളിതമായ വിവാഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എപ്പോഴും ഉണ്ടാകുന്ന സ്വഹാബിയാണ്. കൂട്ടുകാരൊക്കെ ഉണ്ട്, സമ്പത്തും കുറവൊന്നുമില്ല. പക്ഷെ കല്യാണം എത്ര ലളിതമായിട്ട് ലാഘവത്തോടെയാണ് നടത്തിയത്. ഇതല്ലേ ഇസ്ലാമിൻ്റെ ഒരു മാതൃക. പിടിച്ചു പറിക്കുന്ന സ്ത്രീധനവും അതുപോലെ ധൂർത്തും പോലെയുള്ളവ ഇന്ന് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വേദികളിൽ പോലും ചർച്ചയാണല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകങ്ങളിലേക്ക്, സ്വഹാബിൻ്റെ മാതൃകയിലേക്ക്, പൂർവികരുടെ നടപടിക്രമങ്ങളിലേക്കൊക്കെ എന്തുകൊണ്ട് ഈ വിവാഹം എന്നൊരു വിഷയം വരുമ്പോൾ നാം ശ്രദ്ധിക്കുന്നില്ല? അതൊരു വിശിഷ്ട കർമ്മമല്ലേ, തോന്നിവാസങ്ങൾ അല്ലല്ലോ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം കാണാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഖതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുലുഖ. നല്ല ദീന്, നല്ല സ്വഭാവം ഉള്ള ഒരാളെക്കുറിച്ച് നിങ്ങൾക്കൊരു വിവാഹാന്വേഷണം വന്നാൽ ഫസവ്വിജൂഹു, അദ്ദേഹത്തിന് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇല്ലാ തഫ്അലൂ തകും ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ അലീം. ഇത് ചെയ്യാൻ ഒരുക്കമല്ലേ, അവിടെയാണ് ഫിത്ന, അവിടെയാണ് ഫസാദ്, അവിടെയാണ് നാശം. ആധുനികതയുടെ അപജയം, പരാജയം ഇതല്ലേ. മുസ്ലിം ഉമ്മത്ത് എവിടേക്കാണ് പോകുന്നത്? നല്ല ചെറുപ്പക്കാരനെ തേടിപ്പിടിച്ച്, അവിടെ കാശല്ലല്ലോ, പണമല്ലല്ലോ. അതേപോലെ പുരുഷൻ്റെ സൽഗുണങ്ങൾ പരിഗണനാർഹമാണ് എങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ള മറ്റൊരു വചനം നമുക്കിവിടെ ഒന്ന് കൂട്ടിച്ചേർക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തുൻകഹുൽ മർഅതു ലിഅർബഅ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ. സ്ത്രീകളുടെ വിവാഹം നടത്തപ്പെടുന്നൊരു പതിവുണ്ട്. 4 കാര്യങ്ങൾക്കാണ്
ഒന്ന് അവളുടെ സമ്പത്ത്, അല്ലെങ്കിൽ അവളുടെ തറവാട്, അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യം, അല്ലെങ്കിൽ അവളുടെ മതബോധം. അതുകൊണ്ട് ഫളുഫർ ബിദാത്ത് ദീൻ, സഹോദര, നീ ദീന് ഉള്ള സഹോദരിമാരെ കൊണ്ട്, പെൺഖനിയെ കൊണ്ട് വിജയിയായി തീരണം. തെബൈത്യത്താക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭ്യർത്ഥനയാണ്, സന്ദേശമാണ്. 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ 4ഉം കണ്ടിട്ട് കല്യാണം കഴിക്കണമെന്നാണോ? അല്ലല്ല. ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, മിൻ ആദത്തിന്നാസ് അൻ യർബു ഫിന്നിസാഇ വഖ്താറുഹാ ലി ഇഹ്ദാ അർബഇ ഖിസാൽ. ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒന്നിനു വേണ്ടി ഏതെങ്കിലും തിരഞ്ഞെടുക്കുന്ന പതിവ് മുമ്പുണ്ടായിരുന്നു. സ്ത്രീകളായിരിക്കും പതിവുണ്ടായിരുന്നു പൂർവിക ജനതയിലൊക്കെ അവരുടെ. എന്നാൽ ഇവിടെ വേണ്ടത് എന്താണ്? നാം പരിഗണനയ്ക്ക് എടുക്കേണ്ട വിഷയം എന്താണ്? ഫളുഫർ ബിദാത്തി ദീൻ, മതബോധമുള്ള പെണ്ണ്, ആത്മീയ ചിന്തയുള്ള പെണ്ണ്, അവരെ തിരഞ്ഞെടുക്കുക. ഇതാണ് വേണ്ടത്. അപ്പോൾ വരനും വധുവും ഒരു വിവാഹത്തിലൊരുങ്ങുമ്പോൾ അവർ രണ്ടാളും എവിടേക്ക് തിരിയണം, എവിടേക്ക് ചിന്തിക്കണം, എവിടേക്ക് തിരിഞ്ഞു നോക്കണം? മതത്തിൽ അതിന് മാർഗദർശനങ്ങളുണ്ട്. കേവലം സമ്പത്തിൻ്റെ അടിമയാകാൻ പാടില്ല. പിടിച്ചു പറിച്ച് അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങാൻ എന്ത് റേറ്റാണ്, എന്ത് അധികാരമാണ് ഉള്ളത് എന്ന് നാം മുമ്പൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വാചകം തന്നെ എടുക്കാം. ലാ തസാലുൽ മസ്അലതു ബി അഹദിക്കും ഹത്താ യൽഖല്ലാഹ വലൈസ ബിവജ്ഹിഹി മസ്അഅതു ലഹം. ഈ ചോദിച്ച് നടക്കുന്ന ആളുകൾ നാളെ മുഖത്ത് ഒരു ഇറച്ചി കഷ്ണം മാംസം പോലും ഉണ്ടാകില്ല എന്ന ഒരു ഹദീസ് അള്ളാഹുവിൻ്റെ അടുത്ത് വരുമ്പോൾ, ബുഖാരി മുസ്ലിം ഹദീസാണ്. എല്ലാ യാചനയും ഇത് പെടുകയാണ്. ഇതൊരു യാചനയാണല്ലോ, ചോദിച്ചു നടക്കലാണല്ലോ, ഒരു അരക്കലാണല്ലോ, ഒരു തെണ്ടലാണല്ലോ. നിങ്ങളെ മോളെ കെട്ടുമ്പോൾ ഇത്ര തരണം, ഇത്ര തരണം. വീണ്ടും ഇത് തന്നെ സൂചിപ്പിക്കാൻ ഒരു കാരണം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ ഇത് വളരെ മ്ലേച്ഛകരമായ, വളരെ ഭീകരമായ അവസ്ഥയിലേക്ക് നീങ്ങി അവസാനം കണ്ണുനീരുമായി കൊണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും നമ്മുടെ വീടുകളിൽ കഴിയല്ലേ. മാതാപിതാക്കളുടെ കണ്ണുനീര്, സങ്കടങ്ങൾ, നെടുവീർപ്പുകൾ കാണുമ്പോൾ കണ്ടു നിൽക്കുന്നവർ എന്ത് ചെയ്യും? ഇത്ര ഒരു ഭാരമുള്ളതാണോ? യഥാർത്ഥത്തിൽ നാം സൂചിപ്പിച്ചല്ലോ, പുരുഷൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം ഈ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചോദിച്ച് പിടിച്ചു പറിക്കുന്നത് പോലെ. പരിശുദ്ധ ഖുർആൻ സന്ദേശം നാം കേട്ടിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറതൻ തറാദിൻ ബൈനക്കും. നിങ്ങൾ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്കിടയിലുള്ള ധനം അന്യായമായി ഭക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു വ്യവഹാരമാകണം, ഒരു കച്ചവടമാകണം, ഒരു ഇടപാടാകണം നിങ്ങളിലുണ്ടാകേണ്ടത്. ഇത് സമ്പത്തിൻ്റെ വിനിയോഗത്തിലും വ്യവഹാരങ്ങളിലും വ്യാപാരങ്ങളിലും വിവാഹം പോലുള്ള വിഷയങ്ങളാണെങ്കിലും വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടതാണ്. അപ്പോൾ കാശ് കണ്ടുകൊണ്ട് പെണ്ണിനെ തിരഞ്ഞെടുക്കരുത്. എപ്പോഴും ഒരു സ്ത്രീനെ തിരഞ്ഞെടുക്കുമ്പോൾ ആത്മീയതയ്ക്ക് ഊന്നൽ കൊടുക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ നോക്കുക. ഓരോ സന്ദർഭവും അവരെ ഒരു ചാരിറ്റി, ഒരു സഹായത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ വിവാഹങ്ങളിലൊക്കെ ചരിത്രങ്ങൾ നമ്മൾ കാണുന്നത്. അതേ സമയത്ത് കന്യകയായ ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു വന്നത് എന്താ? അത് ലോകത്തിൻ്റെ ഗുരുവായതുകൊണ്ടല്ലേ, പണ്ഡിതയായതുകൊണ്ടല്ലേ. ഖാല ദഹബി മാ റഅയ്തു അഹദൻ അഅലമ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ. ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഉമ്മത്തിൽ ആയിഷയെ പോലെ വിവരമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വല അഫ്ഖഹ വല അഅഖല ഹത്താ ഖാല. അത്രയും ബുദ്ധി, അത്രയും വിജ്ഞാന വിശാലത, ഇതൊന്നും ആയിഷയെ പോലെ വരെ കണ്ടിട്ടില്ല എന്ന് ഇമാം ദഹബി പറയാം. എത്രത്തോളം എന്നാൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹത്താ ഖാല ഇസ്തഫ്ത ഉമർ ലി ആയിഷ ഹത്താ അബൂഹാ സിദ്ദീഖ്. സ്വന്തം പിതാവായ സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുമൊക്കെ ആയിഷ ബീവിയോട് പല കാര്യങ്ങളും ചോദിച്ചറിയുന്ന ഒരു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇസ്ലാമിക ചരിത്രം പറയുമ്പോൾ, ആയിഷ എന്ന പെൺഖനിയുടെ, മുത്തനബിയുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ആയിഷ മഹദിയുടെ വൈജ്ഞാനിക വൈപുല്യം, അറിവിൻ്റെ വിശാലത ഇവിടെ നാം ഓർക്കാതെ പോകരുത്. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ പറയുന്നു, കാനത്ത് ആയിഷ അഅലമന്നാസി തസ്അലുൽ അക്കാബിർ മിൻ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിസ്വല്ലല്ലാഹു മറ്റു സ്വഹാബിമാരിൽ പ്രമുഖന്മാരൊക്കെ ആയിഷ ബീവിയോട് വന്നുകൊണ്ട് അറിവ് ചോദിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു, ഫത്വ തേടാറുണ്ടായിരുന്നു, വിവരങ്ങൾ തേടാറുണ്ടായിരുന്നു.
അപ്പോൾ പാണ്ഡിത്യമാണ് അവിടെ മുഖമുദ്രയായിട്ടുള്ളതെങ്കിൽ അതേ പണ്ഡിതയായ ദീനീബോധമുള്ള തഖ്വയുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന വിഷയത്തിൽ പുരുഷന്മാരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നേരെ മറിച്ചും അത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചല്ലോ ഹദീസിൽ, മതബോധമുള്ള സ്ത്രീകളെ പുരുഷന്മാരെയും തിരഞ്ഞെടുക്കണമെന്ന് ഇവിടെ സൂചിപ്പിച്ചു. എങ്കിൽ സഹോദരിമാരോടും ചില കാര്യങ്ങൾ പ്രത്യേകം പറയാനുണ്ട്. ഇന്നത്തെ ഈ വൃത്തികെട്ട ആഭരണഭ്രമം, സ്വർണങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുക, എന്നിട്ട് വാപ്പമാരെയും ഉമ്മമാരെയും ബുദ്ധിമുട്ടിക്കുക, അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഈ ഒരു ദുഷിച്ച സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് കാണാം, ജാഅത്ത് ഹിന്ദു ബിൻത് ഹുബൈർ, ഹുബൈറിന്റെ മകൾ ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് വന്നപ്പോൾ വഫിയദിഹാ ഫത്ഹും മിൻ ദഹബിൻ, കയ്യിൽ എന്തോ ഒരു ആഭരണം ഉണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ബിദഹ, ചെറിയൊരു അടി കൊടുത്തു. അങ്ങനെ ഈ വന്ന ഹിന്ദ് എന്നവർ ഫദഹത്തല ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയി തസ്കു ഇലൈഹ, ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ആ നടപടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് കേട്ട ഫാത്തിമ ബി ഫന്തസഅത് ഫാത്തിമത്തു സിൽസിലത ഫി ഉനുഖിഹാ മിൻ ദഹബിൻ, ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ കഴുത്തിൽ ഒരു ചെറിയൊരു ചെയിനുണ്ടായിരുന്നു, വേഗം അത് അഴിച്ചു. എന്നിട്ട് ഫാത്തിമ ബി പറഞ്ഞു, ആദിഹി അഹ്ദഹ അബൂ ഹസൻ, ഇത് അബൂ ഹസൻ നൽകിയതാണ്, അതായത് സ്വന്തം ഭർത്താവായ അലി അള്ളാഹു നൽകിയതാണ് എന്ന് പറയുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കയറി വരുന്നത്. ഫാത്തിമ ബിയോട് അല്പം ശകാര ഭാഷയിലാണ് ചോദിച്ചത്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ധൈര്യത്തിലാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന ഒരു ചോദ്യം. എന്നിട്ട് നബി തങ്ങൾ അവിടെ ഇരിക്കാതെ പുറത്തേക്ക് പോയി എന്നും കാണാം. എന്നാൽ ഫാത്തിമ ബി ചെയ്തെന്തോ, ഫർസത്ത് ഫാത്തിമ റളിയല്ലാഹു മിസ്ലത്തി ഇലസൂഖ്, വേഗം ആ ചെയിൻ അങ്ങാടിയിലേക്ക് കൊടുത്തയച്ചു. ഫബഅത്ഹ, അത് വിൽപ്പന നടത്തി. വസ്ത്രത്ത് ബിതമനിഹ ഗുലാമൻ, അതിൻ്റെ വില കൊണ്ട് ഒരു അടിമയെ വാങ്ങി. ഫഅതഖതു, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിനെ മോചിപ്പിച്ചു, അഥവാ ഒരു സൽക്കർമ്മം ചെയ്തു. കണ്ടോ, ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തെത്തി. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻജ ഫാത്തിമ മിനന്നാർ, ഫാത്തിമയെ നരകത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിനാണ് സ്തുതി എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ, മറ്റുള്ളവരുടെ ആഭരണങ്ങളുടെയും അതുപോലെ ദുനിയാവിൻ്റെയൊക്കെ പിന്നിൽ സഞ്ചരിക്കുന്ന മോഹങ്ങൾ സ്ത്രീ സമൂഹവും മാറ്റണം, ഒപ്പം മറ്റുള്ളവരുടെ പണം കിട്ടണം എന്ന് പഠിച്ചു പറഞ്ഞ് പെൺ വീട്ടുകാരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ആ പണം വാങ്ങി ഒപ്പം വമ്പൻ കല്യാണങ്ങളൊക്കെ നടത്തുകയാണ്. ആർഭാടത്തിൻ്റെ കല്യാണം എന്തൊക്കെയാണെന്ന് കാണുന്നത്, എന്തെല്ലാം ഇനങ്ങൾ ഭക്ഷണങ്ങൾ, മറ്റൊരുക്കങ്ങൾ, എല്ലാം അഹന്തതയ്ക്ക് വേണ്ടിയാണ്, കിബറിന് വേണ്ടിയാണ്, മറ്റുള്ളവരുടെ അടുക്കൽ പേര് കിട്ടാൻ വേണ്ടിയാണ്. ഇതൊന്നും ദീനിൻ്റെ മാർഗമല്ല, അള്ളാഹുവിൻ്റെ മാർഗമല്ല, ഇസ്ലാമിൻ്റെ വഴിയല്ല, വിശ്വാസത്തിൻ്റെ മാർഗമല്ല, വിശ്വാസികൾക്ക് ചേർന്നതുമല്ല. അതുകൊണ്ട് തന്നെ വിവാഹ അന്വേഷണങ്ങൾ പോലും ശ്രദ്ധയോടെയും കരുതലോടെയുമാകണം. നിക്കാഹ്, വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന വേദികൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, സൽക്കാരങ്ങൾ, മറ്റു നടപടിക്രമങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി തീരുവാൻ, നിയമങ്ങളുടെ പരിധിക്കപ്പുറത്തേക്ക് പോകാതിരിക്കാൻ കർശനമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കടന്നു വരുന്നത് ഇണയാണ്, തുണയാണ്, ധനമല്ല, സ്വർണമല്ല, പണമല്ല പ്രശ്നം എന്ന ഒരു മഹത്തായ കാഴ്ചപ്പാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അവരുടെ സാമൂഹ്യ കുടുംബജീവിതത്തിൽ പുലർത്തിയേ പറ്റൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഹു ദഅവാന അനിൽ ഹംദുലില്ലാഹ്.